മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം.എൽ.എയും കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞിട്ട സംഭവത്തിൽ ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ ബസ് ഡ്രൈവർ യദു കസ്റ്റഡിയിൽ. മേയറുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് വിട്ടതിന് പിന്നാലെ യദു ബസ്സിന് സമീപം എത്തിയത് ദുരൂഹമാണെന്നും യദുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. മേയർ ആര്യ രാജേന്ദ്രനും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായതിനു ശേഷം ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ബസ് ഡ്രൈവർ യദുവിനെ കസ്റ്റഡിയിലെടുത്തത്. യദുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിച്ചു. തമ്പാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ കേസിൽ നിർണായക ചോദ്യം ചെയ്യലുകൾ നടന്നു വരികയായിരുന്നു. വൈകിട്ടോടെയാണ് യദുവിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷൻ മാസ്റ്ററെയും കണ്ടക്ടറെയും മൊഴിയെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെയാണിത്. തർക്കം നടന്നതിന്റെ പിറ്റേ ദിവസം ATOയ്ക്ക് മൊഴി നൽകാൻ യദു കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു. ഈ സമയത്ത് ബസ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ CCTV ക്യാമറകളില്ല. എന്നാൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് യദു പോയത് സംബന്ധിച്ച ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് സൂചന. ബസ്സിൽ കയറി യദു മെമ്മറി കാർഡ് മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. ഇത് ദൂരീകരിക്കാനാണ് നീക്കം. കെ.എസ്.ആർ.ടി.സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. പോലീസിന്റെ ബസ് പരിശോധനയിൽ ക്യാമറയുടെ DVR ലഭിച്ചു. എന്നാൽ DVRൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. ബസ്സിൽ 3 നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവനെയും കണ്ടക്ടറെയും പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതിന് പിന്നാലെയാണ് യദുവിനെ കസ്റ്റഡിയിലെടുത്തത്. കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസ്സിലെ CCTV ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. CCTVയുടെ മോണിറ്റർ നോക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മൊഴി. അതിനിടെ ലാൽ സജീവിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തത് ആരോപിച്ച് ഭാര്യ ബിന്ദു രംഗത്ത് വന്നു. രാവിലെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ നിന്ന് 10ഓളം പോലീസുകാർ ലാൽ സജീവിനെ പിടിച്ചുകൊണ്ടുപോയതാണെന്നാണ് ആരോപണം. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസാണെന്ന് പറഞ്ഞാണ് പോലീസുകാർ വന്നതെന്നും ലാൽ സജീവിനെ വസ്ത്രം മാറാൻ പോലും അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നതെന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബിന്ദു പറയുന്നു. ഹൃദ്രോഗിയായ ലാൽ സജീവൻ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വേറെയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭർത്താവിനെ കേസിൽപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നതായി ബിന്ദു ആരോപിച്ചിരുന്നു.